വാഴയില പറിക്കുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് കീറിയ ശേഷം താഴേക്ക് വലിച്ച് കീറിയെടുക്കുക. കുറച്ചറ്റം കീറാതെ നിർത്തിയിട്ട് പോട്ട് കീറിയെടുക്കുക. ഇല്ലെങ്കിൽ മൊത്തത്തിൽ കീറിപ്പോവും. ഇങ്ങനെ ശ്രദ്ധിച്ച് കീറിയെടുക്കുക. ശർക്കരയുടെ കൂടെ കുറച്ച് പഞ്ചസാര ഇരിക്കട്ടെ. ഒരു 2 ഏലക്കയും പൊട്ടിച്ചിട്ടേക്കാം. പഞ്ചാര ശർക്കരയുടെ കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. മാവ് കുഴച്ചെടുക്കാം. നൈസായിട്ട് പരത്തിയെടുക്കാം. കട്ടിക്ക് പരത്തരുത്, നൈസായിട്ട് പരത്തിയെടുക്കാം. ഇല്ലെങ്കിൽ കഴിക്കുമ്പോൾ വലിയ കട്ടി ഒരു രസം തോന്നത്തില്ല. പരത്തിയെടുത്തിട്ട് അതിലേക്ക് മധുരം ചേർത്ത തേങ്ങ വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുത്തിട്ട് ഞാൻ മൺതവയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. തവ അടുപ്പത്ത് വെക്കാം. ഇല കരിഞ്ഞു പോകാതെ അടുക്കി പിടിക്കാതെ ഇരിക്കാൻ വേണ്ടി 2 വശത്തും എണ്ണ തൊട്ട് കൊടുക്കുക. നല്ല മൊരിഞ്ഞു വരുമ്പോഴാണ് അടയ്ക്ക് ടേസ്റ്റ് കൂടുന്നത്. വാഴയില മുരിച്ചെടുത്ത അട തേയില വെള്ളം കൂട്ടി അങ്ങോട്ട് കഴിക്കും. ആഹാ.